Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആർക്കും തന്നെ ടാക്സ് പേ ചെയ്യാൻ അത്ര താല്പര്യമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രൂപയും നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് പേ ചെയ്യണം എന്നൊക്കെ പറയുമ്പം നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പം ഈ ഒരു ടാക്സ് പേ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതേതാണെന്നറിയോ? സാലറി വാങ്ങുന്നവർ. ബിക്കോസ് അവർക്ക് ടാക്സ് പേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് ടാക്സ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് അവർക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ITR ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസ് അതുപോലെ തന്നെ എക്സംഷൻസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് താനും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോമൺലി യൂസ്ഡ് എക്സംഷൻസ് അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 15 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്നവർക്ക് അവരുടെ ടാക്സ് പേബിൾ എങ്ങനെ നില്ലാക്കാം, അതായത് സീറോ ടാക്സ് പേയ്മെൻറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് ഗ്രോ മലയാളം എന്നൊരു ചാനലിലൂടെ ഡെയിലി നമ്മൾ പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ക്വാളിറ്റി കോണ്ടന്റ് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം ഇനി നമുക്ക് ടൈം കളയാതെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് ആദ്യം എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഹൗസ് റെന്റ് അലവൻസ് ആണ്. അപ്പം അതായത് HRA. അപ്പോൾ കൂടുതലും ആൾക്കാർക്ക് സാലറിയുടെ പാർട്ടായിട്ട് എംപ്ലോയറിൻ്റെ അടുത്ത് HRA റിസീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളിപ്പോൾ റെൻറ്റിനാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ HRAയുടെ മുകളിൽ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എക്സംഷൻ്റെ മാക്സിമം എമൗണ്ട് വരുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളിപ്പോൾ എംപ്ലോയറിൻ്റെ അടുത്ത് നിങ്ങൾ റിസീവ് ചെയ്ത ആക്ച്വൽ HRA, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മെട്രോ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ 50% ഓഫ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്. അതുപോലെ ഇപ്പോൾ നോൺ മെട്രോ സിറ്റി ആണെങ്കിൽ 40% ഓഫ് ബേസിക് സാലറി ആൻഡ് ഡിയർനെസ് അലവൻസ്. അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്ത ആക്ച്വൽ റെന്റ് മൈനസ് 10% ഓഫ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ലോവർ അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഇനി HRA കാൽക്കുലേഷനെ പറ്റിയിട്ട് അധികം ടെൻഷൻ ആവേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് HRA കാൽക്കുലേറ്റർ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഓൺലൈനിൽ നമുക്ക് HRA കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു എക്സംഷൻ വരുന്നത് ലീവ് ട്രാവൽ അലവൻസ് ആണ്. അതായത് നിങ്ങളുടെ വെക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 4 വർഷത്തെ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് 2 തവണ നിങ്ങളുടെ ലീവ് ട്രാവൽ എക്സംഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് ഇപ്പോൾ 4 വർഷം കണ്ടിന്യൂസ്ലി നിങ്ങൾ വെക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ 2 തവണ മാത്രമേ നിങ്ങൾക്ക് ലീവ് ട്രാവൽ അലവൻസ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ട്രാവൽ ഇന്ത്യയിലായിരിക്കണം നടത്തിയിരിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇനി നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ദൂരെയുള്ള ഡെസ്റ്റിനേഷന് നിങ്ങൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് മാത്രമേ നമുക്കവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പം എക്സ്പെൻസിൽ നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ട്, ഫുഡ്, അക്കോമഡേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങളുടെ എക്സംഷൻ്റെ മാക്സിമം എമൗണ്ട് വരുന്നത് ഒന്നുകിൽ നിങ്ങൾ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്ത ലീവ് ട്രാവൽ അലവൻസ്, അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ട്രാവലിന് സ്പെൻഡ് ചെയ്ത എമൗണ്ട്. ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും നിങ്ങളുടെ മാക്സിമം എമൗണ്ട് ഓഫ് എക്സംഷൻ വരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ സെക്ഷൻ 10 എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ എക്സാക്ട്ലി പറയുവാണെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 4 വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില അലവൻസിന് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന അലവൻസ് നിങ്ങൾ മൊത്തം ഒഫീഷ്യൽ പേർപ്പസിനാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് അക്കാഡമിക് അലവൻസ്, റിസർച്ച് അലവൻസ്, ട്രാവലിംഗ് അല്ലെങ്കിൽ കൺവെൻസ് അലവൻസ്, അപ്പോൾ ഈ ഒരു എക്സ്പെൻസിൻ്റെ മുകളിൽ റീഇംബേഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ ആക്ച്വലി സ്പെൻഡ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്ത എമൗണ്ട്, ഇതിൽ ഏതാണോ മാക്സിമം അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതൊന്നും കൂടാതെ പേഴ്സണൽ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അലവൻസ് ലഭിക്കുന്നുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പെർ മന്ത് 100 rupees എക്സംഷൻ ആണ്. അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാക്സിമം 2 കുട്ടികൾക്കാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ് ഉണ്ട്. അതായത് പെർ മന്ത് നിങ്ങൾക്ക് 300 rupees നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അത് മാക്സിമം 2 കുട്ടികൾക്കാണ് ഉള്ളത്. അപ്പം എക്സംഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. അപ്പോൾ ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6 ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഡക്ഷൻ ആയിരിക്കും ATC ഡിഡക്ഷൻ എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ LIC പ്രീമിയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള പേയ്മെൻറ്റ്, ELSS ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, 5 year ഫിക്സഡ് ഡിപ്പോസിറ്റ്, സുകന്യ സമൃദ്ധി യോജന, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC, നാഷണൽ പെൻഷൻ സ്കീം NPS, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റിലേക്കൊക്കെ നമുക്ക് ATC ഡിഡക്ഷനിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ 80Cയിൽ നമുക്ക് മാക്സിമം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന 1.5 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, അതായത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് 1.5 ലക്ഷം രൂപയാണ് 80Cയിൽ മാക്സിമം ഡിഡക്ഷൻ വരുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ NPS അതായത് നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്ഷൻ 80CCD 1Bയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും 50,000 രൂപ വരെ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ NPSൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ 80C ഡിഡക്ഷന് ലിമിറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കാണിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് സെക്ഷൻ 80D ഡിഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ സെക്ഷൻ 80D ഡിഡക്ഷനിൽ വരുന്നതാണ് പ്രീമിയം പെയ്ഡ് ഓൺ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ആണ് സ്പെൻഡ് ചെയ്ത എമൗണ്ട്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ സെൽഫ്, സ്പൗസ്, അതുപോലെ തന്നെ ചിൽഡ്രൻ. അതായത് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് മെഡിക്ലെയിം പോളിസി പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യുന്ന പ്രീമിയം എമൗണ്ട് അല്ലെങ്കിൽ 25,000 റുപ്പീസ് ഇതിൽ ഏതാണോ കുറവ് അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് അപ് ടു 5,000 റുപ്പീസ് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, 25,000 റുപ്പീസിൽ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് 5,000 റുപ്പീസ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇവിടെ ഡിഡക്ഷൻ മെഡിക്ലെയിം പ്രീമിയം അതുപോലത്തെ ഹെൽത്ത് ചെക്കപ്പ് അപ് ടു മാക്സിമം 25,000 ആണ് ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ സീനിയർ സിറ്റിസന് ആണെങ്കിൽ ഇവിടെ ലിമിറ്റ് 25,000 പകരം 50,000 റുപ്പീസ് ആയിരിക്കും. ഇനി സെക്കൻഡ് കാറ്റഗറി പാരൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും, അതായത് നോൺ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ലിമിറ്റ് 25,000ഉം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ലിമിറ്റ് 50,000ഉം ആയിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ പാരൻസിന് വേണ്ടി മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയറി ചെയ്യാണ്, ബട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ഒന്നും നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ മാക്സിമം 50,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് പാരൻസിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് കാറ്റഗറിയിൽ ഇൻഷുറൻസ്, മെഡിക്കൽ എക്സ്പെൻസ് അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം ഡിഡക്ഷൻ വരുന്ന 50,000 രൂപയാണ്. അപ്പം സെക്കൻഡ് കാറ്റഗറിയിൽ സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ മാക്സിമം 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ 75,000, അതുപോലെ തന്നെ 2 കാറ്റഗറിയിലും സീനിയർ സിറ്റിസൺ ഇല്ലെങ്കിൽ 50,000 രൂപ. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 80E ഡിഡക്ഷൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ ടേക്കൺ ഫോർ ഹയർ സ്റ്റഡീസ് ആണിത്. അപ്പോൾ 8 വർഷം കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് പീരീഡ് ഇത് ഏതാണോ ഏർലിയർ അതായിരിക്കും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, ബട്ട് നിങ്ങളാണ് ലീഗൽ ഗാർഡിയൻ എങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 80G ഡിഡക്ഷൻ, അതായത് ഡിഡക്ഷൻ ഓൺ ഡൊണേഷൻ പെയ്ഡ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഫണ്ടിലേക്ക് നിങ്ങളിപ്പോൾ എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുകയാണ്, ലൈക്ക് ഇപ്പം PM നാഷണൽ റിലീഫ് ഫണ്ട്, CM ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കാണോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് അതനുസരിച്ച് ഡൊണേഷൻ ഒന്നുകിൽ 50% അല്ലെങ്കിൽ 100% ആയിരിക്കും. അപ്പോൾ പ്രൂഫ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ലൈക്ക് ആർക്കാണോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് അവരുടെ നെയിം, പാൻ, അഡ്രസ്, അതുപോലെ തന്നെ മോഡ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെയാണ് സെക്ഷൻ 24B എന്നുള്ളത്, അതായത് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ടിലുള്ള ഡിഡക്ഷൻ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ റിപ്പയർസ് അല്ലെങ്കിൽ മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് 30,000 രൂപയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതുവരെ ഡിഡക്ഷൻസ് അതുപോലെ തന്നെ എക്സംഷൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ സാലറി നമുക്ക് നോൺ ടാക്സബിൾ ലിമിറ്റിലേക്ക് കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന പെർ ആനം 50 lakh റുപ്പീസ് സാലറി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ബേസിക് സാലറി ഒന്നുകിൽ 40% അല്ലെങ്കിൽ 50% ഓഫ് ടോട്ടൽ കോസ്റ്റ് കമ്പനിയാണ്. അപ്പോൾ നമ്മളിവിടെ ബേസിക് പേ വരുന്നത് 50% ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ബേസിക് സാലറി വരുന്നത് 7.5 ലക്ഷം രൂപ വരും. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഇപ്പോൾ അലവൻസിലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ലൈക്ക് ഇപ്പോൾ HRA, ലീവ് ട്രാവൽ അലവൻസിലൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതിൽ കോൺട്രിബ്യൂഷൻ ടു PF ഉണ്ടാകും. അപ്പോൾ ഇവിടെ 12% ഓഫ് ബേസിക് സാലറി നമ്മുടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കോസ്റ്റ് കമ്പനിയിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 7 ലക്ഷത്തിൻ്റെ 12% എന്ന് പറയുമ്പോൾ 90,000 രൂപ വരും. അപ്പോൾ ഇത് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രോസ് സാലറി വരുന്നത് 14,10,000 രൂപയായിരിക്കും. ഇനി നമ്മൾ എക്സംഷൻ അതുപോലെ തന്നെ അലവൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തിരിക്കുന്നത് HRA ആണ്, അതായത് ഹൗസ് റെന്റ് അലവൻസ്. അപ്പോൾ HRAയുടെ എക്സംഷൻ കാൽക്കുലേഷൻ നമ്മളിവിടെ കാണിച്ചു തരാം.
അപ്പോൾ ബേസിക് സാലറി 7.5 ലക്ഷം രൂപയാണ്. HRA റിസീവ് ചെയ്തിരിക്കുന്നത് പെർ ആനം 3,75,000 രൂപയാണ്. അപ്പോൾ റെന്റ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 35,000 പെർ മന്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുകയാണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെട്രോ സിറ്റിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇപ്പം എല്ലാവരും തന്നെ മെട്രോ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ലൈക്ക് ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ പൂനെ, ഹൈദരാബാദ്, ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിറ്റിയിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ റെൻ്റൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇനി നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ HRA എക്സംഷൻ വരുന്നത് 3,45,000 രൂപയാണ്. ഇനി അടുത്തത് ലീവ് ട്രാവൽ അലവൻസ് എക്സംഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു വെക്കേഷൻ നിങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് മൊത്തം ഒരു 50,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്താണ് റീഇംബേഴ്സ്മെന്റ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മളൊരു 24,000 രൂപ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഒഫീഷ്യൽ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ മന്ത്ലി ഒരു 500 രൂപ ടെലിഫോൺ ബില്ല് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1,500 രൂപ ഇന്റർനെറ്റ് ബില്ല് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ATC ഡിഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എംപ്ലോയഡ് കോൺട്രിബ്യൂഷൻ ഒരു 90,000 രൂപ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹൗസിംഗ് ലോൺ ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ATCയിൽ നമുക്ക് മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. ഇനി നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50,000 രൂപ എക്സ്ട്രാ ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അണ്ടർ സെക്ഷൻ 80 CCD 1B. ഇനി മെഡിക്ലെയിം പ്രീമിയം അണ്ടർ സെക്ഷൻ 80Dയിൽ നമ്മൾ എടുത്തിരിക്കുന്ന 50,000 രൂപയാണ്. അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാരൻസിന് വേണ്ടിയിട്ടും പോളിസി എടുത്തേക്കുന്നു എന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ 80Eയിൽ എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് 50,000 രൂപയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഡൊണേഷൻ നമ്മളിവിടെ 5,000 രൂപയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആരും ഡൊണേഷന് വേണ്ടിയിട്ട് അത്രയും സ്പെൻഡ് ചെയ്യില്ല. സോ നമ്മൾ 5,000 രൂപയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു ഫിനാൻഷ്യൽ ഗോൾ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു മെയിൻ ഫിനാൻഷ്യൽ ഗോൾ തന്നെയായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോം ലോൺ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ സെക്ഷൻ 24Bയിൽ നമുക്ക് 2 ലക്ഷം രൂപ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഡിഡക്ഷൻ അതുപോലെ തന്നെ എക്സംഷൻസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ബിലോ 5 lakh ആണ് വരുന്നത്. അപ്പോൾ 5 lakhന് താഴെയാണ് ടോട്ടൽ ടാക്സബിൾ ഇൻകം എങ്കിൽ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം അണ്ടർ സെക്ഷൻ 87A അപ് ടു 12,500 rupees. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം വരുന്നത് 4,86,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ വരുന്നത് 11,800 രൂപയാണ്. അപ്പോൾ അത് 12,500-ലും കുറവാണ്. സോ നമ്മുടെ ടാക്സ് പേബിൾ 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് 15 ലക്ഷം സാലറി ടാക്സ് ഫ്രീ ആവുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഗ്രോ മലയാളം എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ്സ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.